നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാന ദിനത്തിലേക്ക് കടക്കുമ്പോഴും ബി ജെ പി ക്യാമ്പാകട്ടെ മരണ വീട് പോലെയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ മത്സരിക്കാനില്ലെന്നായിരുന്നു ബി ജെ പിയുടെ പൊതുനിലപാട്. പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് ബി ജെ പി എത്തിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് അംഗമായിരുന്ന മോഹൻ ജോർജ് ആയിരുന്നു നിലമ്പൂരിൽ ബി ജെ പിക്കായി മത്സര രംഗത്തെത്തിയത്. പക്ഷെ തുടക്കത്തിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് പ്രചാരണത്തിൽ കളനിറഞ്ഞ മോഹൻ ജോർജിനെയും ബി ജെ പി സംഘത്തെയും ഇപ്പോൾ ചിത്രത്തിലെ കാണാനില്ല. മണ്ഡലത്തിൽ 17,000-ലധികം വോട്ടാണ് ബി ജെ പിക്കുള്ളത്. ഇത് മുഴുവൻ തിരിച്ചുപിടിക്കുമെന്നാണ് അവകാശവാദം ഉയർത്തിയതും. അടുത്തിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി ചില നമ്പറുകളിട്ട് മടങ്ങുകയും ചെയ്തു. പിന്നാലെ ജോർജ് കുര്യനും മണ്ഡലത്തിലെത്തി മോഹൻ ജോർജിനൊപ്പം പ്രചാരണത്തിനിറങ്ങിയെങ്കിലും അധികം വൈകാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ പോയിട്ട് ബി ജെ പിയുടെ ഒരു പ്രമുഖരെ പോലും മണ്ഡലത്തിൽ കണ്ടതേയില്ല. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കൃഷ്ണദാസ് മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ കൂടെ ഇപ്പോഴും ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തണുപ്പൻ രീതിയാണുള്ളത്. ഇതിനോടകം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടക്കത്തിലെടുത്ത നിലപാടും പാർട്ടിക്ക് തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ രംഗത്തെത്തിയത് സംസ്ഥാന അധ്യക്ഷൻ തന്നെയായിരുന്നു. പിന്നീട് കേന്ദ്ര നേതൃത്വവും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും അധ്യക്ഷന് നേരെ കണ്ണുരുട്ടിയതോടെയാണ് രാജീവ് പിന്നോട്ട് പോയത്. തുഷാർ വെള്ളാപ്പള്ളിയുമായി ഒന്നിച്ചായിരുന്നു മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ഇതിനിടെ പ്രാദേശിക നേതൃത്വവുമായി യാതൊരു കൂടിയാലോചന നടത്താതെയുള്ള അധ്യക്ഷന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കം എൻ ഡി എക്കുള്ളിൽ അതൃപ്തി ഉടലെടുക്കുകയും ചെയ്തു. ഒടുവിൽ പാർട്ടിയുടെ ഘടകകക്ഷികളിൽ പലതും തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യവും ഇവർ ഉണ്ടാക്കി കൊടുത്തു. പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയമാണെന്ന് പ്രവർത്തകർ ഇപ്പോൾ ഒളിഞ്ഞും മറഞ്ഞും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷം വന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ പിന്നോക്കം പോയത് ബി ജെ പി പ്രവർത്തകരിലും നേതാക്കളിലും കടുത്ത നിരാശയാണ് പടർത്തിയിരിക്കുന്നത്. കൂടുതൽ നേതാക്കളെ എത്തിച്ച് മണ്ഡലത്തിൽ പ്രചാരണം ഊർജിതമാക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ തുടക്കത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ. പക്ഷെ പേരിന് പോലും നേതാക്കളെ പ്രചാരണ രംഗത്തിറങ്ങാൻ കിട്ടിയതുമില്ല. നിലവിൽ രാജീവ് ചന്ദ്രശേഖരുടെ അധ്യക്ഷ പദവിക്ക് ആട്ടം തുടങ്ങിക്കഴിഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ തുടരുമോ ഇല്ലെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിയുടെ പാർട്ടി വോട്ടുകൾ തിരിച്ചെത്തിക്കാമെന്ന കണക്കുകൂട്ടൽ ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് ഒട്ടുമേ ഇല്ല. അപ്രസക്തനായ സ്ഥാനാർത്ഥിയും രാജീവിന്റെ തലതിരിഞ്ഞ ചില പ്രഖ്യാപനങ്ങളുമാണ് ബി ജെ പിക്ക് വിനയായി മാറിയിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചേരുന്ന യോഗത്തിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു വിശദീകരണം ഉണ്ടാകും. രാജീവിനെ കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്ന് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുടെ അടക്കം അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു.